സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ മാസം 11-ാം തീയതിയാണ് 2 പേർ മരിച്ചത്. ഇതോടെ രോഗബാധ മൂലം സംസ്ഥാനത്ത് ഈ വർഷം മരണപ്പെട്ടവരുടെ എണ്ണം 19 ആയിട്ടുണ്ട്. അതേസമയം മസ്തിഷ്ക ജ്വരം ബാധിച്ച് വിവിധ ആശുപത്രികളിലായി 26 രോഗികൾ ചികിത്സയിലുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു. വിവരങ്ങൾ ശ്രീനന്ദ നൽകും. ശ്രീനന്ദ, മരണസംഖ്യ ഉയരുകയാണ്. ഒപ്പം തന്നെ എത്ര പേർ ഇതിനോടകം ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പല കണക്കും ആരോഗ്യ വകുപ്പ് കോവിഡ് സമയത്തെ സമാനമായ ഒരു സാഹചര്യത്തിൽ മുക്കുന്നത് പോലെ ഇപ്പോഴും പൂഴ്ത്തി വെച്ചിരിക്കുന്നുവെന്ന ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. എന്താണ് നിലവിലെ സ്ഥിതി? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ് സമയത്തുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന രോഗബാധയുടെ കൃത്യമായ കണക്കുകളൊന്നും തന്നെ ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിലോ ഒന്നും അവർ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. സാധാരണ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഇവർ മറച്ചു വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ പുതിയതായൊരു വിവരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം 2 മരണങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണ് ആ ഒരു മരണങ്ങൾ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള വ്യക്തികളാണ് മരണപ്പെട്ടത്. ഇവരുടെ മരണം സംഭവിച്ചത് 11-ാം തീയതിയായിരുന്നു. കഴിഞ്ഞ മാസം 11-ാം തീയതി. ഇവരുടെ മരണ കാരണം വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തുവിടുന്നത് ഇന്നലെ വൈകുന്നേരമാണ്. അതുവരെയും ഈ ഒരു വെബ്സൈറ്റിൽ, ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഈ കണക്കുകളൊന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആ മരിച്ച 2 വ്യക്തികളും ഈ അസുഖബാധ മൂലമാണ് മരണപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെയാണ് പുറത്തുവിടുന്നത്. അപ്പോൾ ഇത്രയും ദിവസത്തെ ഏകദേശം ഒരു മാസത്തോളമുള്ളൊരു ഡിലേ വന്നിട്ടുണ്ട് ഈ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഈ വിവരങ്ങളെല്ലാം തന്നെ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി. ശേഷം ഇപ്പോൾ 9 പേരാണ്, ഔദ്യോഗിക കണക്കുകൾ വ്യക്തമല്ല, എന്നാൽ അനൗദ്യോഗിക കണക്കുകൾ വെച്ച് 9 പേരിലധികമാണ് 9 പേരോളമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ഒരു അസുഖത്തിനായി ചികിത്സ തേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ആക്കുളം റിസോർട്ടിൽ കുളിക്കാൻ, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഇറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയും കുട്ടി അനന്തപുരിയിൽ ആദ്യം ചികിത്സ തേടുകയും ശേഷം മെഡിക്കൽ കോളേജിലേക്ക് ICUവിലാണ്. ഇപ്പോൾ കുട്ടിയുടെ നില തൃപ്തികരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ 6 പേരുണ്ട്. അവർ 8 പേരാണ് ഉണ്ടായിരുന്നത്, കുട്ടിയടക്കം 9 പേർ. ഈ 9 പേരും ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി അത് ഇതുവരെയും ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നില്ല. എത്രയാണ് കൃത്യമായി ചികിത്സ? ഈ മരണപ്പെട്ട ഈ 2 വ്യക്തികൾ ഇവർ പരസ്പരം ബന്ധമുള്ളവരാണോ? ഇവർക്ക് ഏത് രീതിയിലാണ് രോഗബാധ എത്തിയത്? അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ ശ്രീനന്ദ? രാഖി, ഇതുവരെയും അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം ഒരാൾ കൊല്ലം സ്വദേശി, മറ്റൊരാൾ തിരുവനന്തപുരം സ്വദേശിയുമാണ്. 2 പേരും തമ്മിൽ പ്രാഥമികമായി 2 പേരെയും കൂട്ടിമുട്ടിക്കുന്ന യാതൊരു തരത്തിലുമുള്ള ബന്ധങ്ങളും ഇതുവരെയും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രോഗം ബാധിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല. 2 പേരും പ്രായമായ വ്യക്തികളായിരുന്നു. ഒരാൾക്ക് 53 വയസ്സും മറ്റൊരാൾക്ക് 72 വയസ്സുമായിരുന്നു. അപ്പോൾ പ്രായാധിക്യം മൂലമുള്ള കാരണങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ഈ ഒരു അസുഖത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ആരോഗ്യവകുപ്പ് ഇതിനൊരു കൃത്യമായ മറുപടിയും നൽകുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിലായിരിക്കണം സ്വാഭാവികമായി ഇത്തരത്തിലൊരു അസുഖം മൂലമാണ് ഇവരുടെ മരണം ഉണ്ടായെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടാവുക. പക്ഷേ എന്താണ് എവിടെ നിന്നാണ് ഈ ഒരു രോഗം ബാധിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും യാതൊരു വ്യക്തതയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം. കാരണം ഇവരുടെ കൂടെ സമ്പർക്കപ്പെട്ടിട്ടുള്ള മറ്റ് വ്യക്തികൾ ഉണ്ടായിരിക്കാം. ആ വ്യക്തികളുടെ എല്ലാവർക്കും എന്താണ് അവരുടെ ഇനി തുടർന്നുള്ള നടപടികൾ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ മാസം 11-ാം തീയതി മുതൽ മരണപ്പെട്ടവരുടെ എല്ലാവരുടെയും റിപ്പോർട്ടുകൾ കർശനമായി പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. എന്തായാലും ഈ 2 വ്യക്തികളും തമ്മിൽ പ്രാഥമികമായി യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളില്ല. പക്ഷേ ഇവരുമായി സമ്പർക്ക പട്ടികയിലുള്ളവരുടെ കാര്യത്തിലും യാതൊരു വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല എന്നതാണ്. ഇത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഒരു വീഴ്ചയാണ്
എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം സാധാരണ ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് ഈ രോഗം വരുന്നതെന്ന് അല്ലെങ്കിൽ എന്തിൽ കൂടെയാണ് ഇത് പകരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. വെള്ളത്തിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ കുളങ്ങളിൽ നിന്നാവും, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്നാവും. അപ്പോൾ എല്ലാത്തിലും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ ഒരു കർശനമായ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകേണ്ടതുണ്ട്. ഇതൊരു കോവിഡ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു മത്സരത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ജാഗ്രത മതി എന്ന് മാത്രം പറഞ്ഞ് ആരോഗ്യ വകുപ്പ് കണക്കുകൾ പൂഴ്ത്തിവെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സാധാരണക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് അവശേഷിക്കുന്നത്. എന്തായാലും അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്കയായി മാറുന്നുണ്ട്. നിരവധി മരണങ്ങൾ ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു. 19 മരണങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എത്ര മരണങ്ങൾ സംഭവിച്ചു, എത്ര പേരാണ് ഇതിനോടകം ചികിത്സ തേടിയത് എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ശ്രീനന്ദയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.